അങ്ങനെ മനാഫിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം മനാഫ് കൃത്യമായി വന്നിട്ട് മുതലെടുപ്പ് നടത്തിയിട്ടില്ല. അവസാനം വരെ അർജുന് വേണ്ടി ആത്മാർത്ഥമായി നിന്നു. വൈകാരികമായി പ്രതികരിച്ചതിന് അർജുൻ്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു മനാഫ്. ഒരു വെരി ഡീസൻറ്റ് മെച്ചുവേർഡ് മീറ്ററിലുണ്ടായിരുന്ന ഒരു പത്രസമ്മേളനം. അതിൽ മനാഫ് അവർക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ, പറഞ്ഞ കാര്യങ്ങളിൽ വിഷമമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് മാപ്പ് പറയുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എടുത്തൊരു എഫേർട്ടും അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബത്തിന് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു വേദനയായിരുന്നു പല കാര്യങ്ങളും മനാഫ് സംസാരിച്ചത്. അപ്പം ആ കാര്യങ്ങൾ അവർക്ക് ഹേർട്ടായി. ആ കാര്യങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി മനാഫിൻ്റെ ഫോണിലേക്ക് അവർ കണക്ട് ചെയ്യാൻ നോക്കി. അതൊന്നും മനാഫ് റെസ്പോണ്ട് ചെയ്തില്ല. മനാഫ് ഇന്ന് തന്നെ പത്രസമ്മേളനത്തിന് പറയുന്നുണ്ട് മനാഫ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് വന്നൊരു സാധനം മനാഫ് ഇന്നിപ്പോൾ ഈ കാര്യം പറഞ്ഞു. മനാഫിൻ്റെ ഭാഗം കഴിഞ്ഞു, മനാഫ് പോയി. ഇന്ന് വീട്ടുകാർ നേരെ പോയിട്ട് എന്ത് ചെയ്തു, അവിടെ സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. സൈബർ ആക്രമണം പരാതി നൽകി അർജുൻ്റെ കുടുംബം. അതിഭീകരമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് പല പ്രാവശ്യവും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ പേഴ്സ്പെക്റ്റീവും എൻ്റെ തോട്ട്സും ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ സൈബർ ആക്രമണങ്ങൾ ഇഷ്ടംപോലെ നേരിട്ടിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബോസ് ആണെങ്കിലും ഇല്ല എൻ്റെ നോർമൽ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഞാൻ വളരെ അധികം സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി, ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ജാതിയോ ഒരു മതമോ ഒരു രാഷ്ട്രീയമോ എനിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ എനിക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ പറഞ്ഞതിൽ അങ്ങനെ വരില്ല, ഭയങ്കര കുറവായിരിക്കും. ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വിസിബിളി കമൻറ്റ് ബോക്സിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണാം സായി പറഞ്ഞതിൽ പോയിൻ്റ് ഉണ്ട്, ചിലർക്ക് കണക്റ്റ് ആവും ചിലർക്ക് കണക്റ്റ് ആവില്ല. പക്ഷെ ഇതൊന്നും ഓഡിറ്റ് ചെയ്തിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അർജുൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കണ്ടതും ഞാൻ അവർ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അതായിരുന്നു ഞാൻ വീഡിയോയിലൂടെ ക്ലിയറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ചില സ്ഥലങ്ങളിൽ മനാഫ് സംസാരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ആ ഫാമിലിക്ക് ഭയങ്കര മോശമായ രീതിയിൽ എഫക്റ്റ് ആവുന്നു. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഇതായിരുന്നു. പിന്നെ ആ ഫാമിലിയുടെ ഒരു സിറ്റുവേഷനും. അപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്നോട് പേഴ്സണലി കുറച്ച് പേര് വിളിച്ച് ചോദിച്ചു, സായി വേറെ ഒന്നും കൊണ്ടുമല്ല, സായി ആ വീട്ടിൽ പോകുന്നു, അന്ന് രാത്രി സായി അഭിജിത്തിൻ്റെ കൂടെ നിന്നൊരു വീഡിയോ ഇടുന്നു, ദ വെരി നെക്സ്റ്റ് ഡേ വൈകുന്നേരം അവർ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. സായി ആണോ, സായി നാരദനാണോ, സീക്രട്ട് ഏജൻ്റ് ആണോ മറ്റേ കുത്തിത്തിരിപ്പ്? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരാ? ഞാൻ അത്രയും കൊടും ഭീകരനാണോ? എനിക്കറിയില്ല. എന്നെ പേഴ്സണലി അറിയുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയും എൻ്റെ ക്യാരക്ടറും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എന്താണെന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിക്കുക. വെറും 2-3 മണിക്കൂർ നേരത്തെ പരിചയമാണ് ആ വീട്ടിനകത്ത് അർജുൻ്റെ ഫാമിലിയായിട്ട് എനിക്കുള്ളത്. ഓക്കെ, അവിടെ എനിക്ക് ചെന്നൊരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു കാര്യമോ നമുക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ നടക്കാത്തൊരു കാര്യം. പിന്നെ നമ്മളവിടെ ചെന്നത് അവർക്ക് എന്താണ് പറയാനുള്ളത്, അവർ ആ സഫർ ചെയ്യുന്ന വിഷമം എന്താണ്. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ദയവ് ചെയ്തിട്ട് ഈ ഫാമിലി എന്ത് ചെയ്യരുത്, സൈബർ അറ്റാക്ക് ചെയ്യരുത്. ഓക്കെ, അവരനുഭവിക്കുകയാണ്, ഇത് ആളുകളെ അറിയിക്കുക. ഇത്രയാണ് എൻ്റെ പണി. മനസ്സിലായില്ലേ? പിന്നെ ഈ അർജുൻ ഇഷ്യൂ ഇങ്ങനെ തുടങ്ങിയത് മുതൽ, അതായത് വണ്ടി കിട്ടുന്നില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, ലേറ്റ് ആവുന്നു, അന്നും ആ ഫാമിലി കൃത്യമായി വന്ന് മീഡിയനെ അഡ്രസ്സ് ചെയ്തൊരു ഫാമിലിയാണ്. അതിലന്ന് കുറേ ഫേക്ക് ആയിട്ടുള്ള ആർമി സാധനങ്ങളൊക്കെ, ഫേക്ക് ആയിട്ടുള്ള വീഡിയോയിൽ വോയിസ് ഒക്കെ കുത്തിക്കയറ്റി ഇതിലും ഭീകരമായ സൈബർ അറ്റാക്ക് ആ ഫാമിലി നേരിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ടൈമിലും അവർക്കറിയാം, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരു ഫാമിലിയാണ് അവർ. ഞാനതാണ് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞത്. അവർക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റ് ബോധ്യവും വിവരവും ആ ഫാമിലിക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യുക. ഇതിലെവിടെയാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ പോയി പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് എങ്ങനെ പറയും? എന്തിനാണ് കമൻറ്റ് ബോക്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ടും കേട്ടിട്ടും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുറേ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് അവരെ വിളിച്ച് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ കമൻറ്റ്സ് ഇങ്ങനെ കാണുകയാണ്, ഇത് എനിക്കെതിരെയുള്ള ഒരു സൈബർ അറ്റാക്ക് ആണെങ്കിൽ നിങ്ങൾ ചെയ്തോ. കാരണം ഞാൻ ചാഞ്ഞ് കിടക്കുന്നവരാ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളൊരു സംഖ്യയെ പോയിട്ട് കുറേ ആൾക്കാരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ
സംഘിപ്പട ഇറങ്ങിയിട്ട് തിരിച്ച് അതിനെന്ത് ചെയ്യും, പ്രൊട്ടക്ഷൻ വെക്കും. നിങ്ങളൊരു കൊങ്ങിയോ കമ്മിയോ സുഡാപ്പിയോ പോയിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്താൽ അവർ തിരിച്ചൊരു പ്രൊട്ടക്ഷൻ അപ്പുറത്ത് കൊടുക്കും. എനിക്ക് എൻ്റെ ആവശ്യമില്ല, ആൻഡ് എനിക്ക് അങ്ങനത്തെ ഒരു സ്കീമില്ല. മനസ്സിലായോ? എനിക്കൊരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചാഞ്ഞ മരമാണ്. എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും. അതിൻ്റെ മുകളിൽ എൻ്റെ തലയിൽ കയറിയിട്ട് ഇന്നെ എന്ത് വേണം നിങ്ങൾക്ക് പറയാം, പക്ഷേ ഇല്ലാത്ത കാര്യം പറയരുത് നിങ്ങൾ. ഓക്കെ? ഇനി നിങ്ങളങ്ങനെ പറഞ്ഞേ പറ്റൂ നിങ്ങൾക്ക്. ഞാനാണ് അവർ ഞാൻ പറഞ്ഞാൽ പോയി ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വിളിക്കുന്ന രീതിയിലാണോ അർജുൻ്റെ കുടുംബം ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കുക. ആണോ? അവരെന്നോട് ആ വീട്ടിൽ വിളിച്ച് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ? അതിലും കൂടുതൽ കാര്യങ്ങൾ അവർ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞു. അതിലും കൂടുതൽ കാര്യങ്ങൾ അവർ ഒറ്റക്കെട്ടാണ്. അവർക്കൊരു യൂണിറ്റി ഉണ്ട് ആ വീട്ടിനകത്ത്. തീരുമാനങ്ങൾ എന്തൊക്കെ എടുക്കണം, എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് അവർ. ഓക്കെ? ഞാൻ അത്രയും കറക്റ്റായിട്ട് പോകുന്ന ഒരു ഫാമിലി ഭയങ്കര റെയറായിരിക്കും. അവരത്രയും അങ്ങനെ പോകുന്ന ആളുകളാണ്. അത് കണ്ടതുകൊണ്ടും അവരെ വിഷമം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയതുകൊണ്ടുമാണ് ഞാൻ അവരെന്ത് ചെയ്തത്, നിങ്ങൾ അവരെ വെറുതെ വിട്, ചെയ്യല്ല. നിങ്ങൾ മനാഫിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അർജുനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ മനാഫ് ഇന്ന് വന്ന് പറഞ്ഞില്ലേ, ദയവ് ചെയ്ത് നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്ത് ഈ പ്രശ്നം തീർന്നില്ല ഇവിടെ. ഇനി നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനാണോ? നിങ്ങൾ ഈ പറഞ്ഞ നുണകളൊക്കെ പറഞ്ഞ് എൻ്റെ നെഞ്ചത്ത് കയറിക്കോ. അല്ലാതെ എന്ത് ഞാൻ പറയും? എനിക്ക് ഒരു രീതിയിലും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നതാണ് നിങ്ങൾ ഏത് ആംഗിളിൽ നിന്നാണ് ഞാൻ കാരണമാണ് അവർ പ്രസ് മീറ്റിലേക്ക് പോയത്, ഞാൻ പറഞ്ഞിട്ടാണ് അവർ പ്രസ് മീറ്റ് കൊടുത്തതെന്നൊക്കെ നിങ്ങൾ ഏത് ആംഗിളിലാണ് പറയുന്നത്? മീഡിയയോട് സംസാരിച്ചിട്ട് അവർക്ക് ശീലമുണ്ട്, മീഡിയയെ കണ്ട് അവർക്ക് ശീലമുണ്ട്. കഴിഞ്ഞ 72 ദിവസമായിട്ട് അവർ മീഡിയനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവർ ഇല്ലേ? ഉണ്ട്. പിന്നെ ഞാനാണ് ഇവരെ എല്ലാവരെയും കൊണ്ടുപോയി പ്രസ് മീറ്റ് കൊടുത്ത് സൈബർ അറ്റാക്ക് മേടിച്ചു കൊടുത്തത്. ആ വീട്ടിൽ അന്ന് ആ ആർമി കാര്യം പറഞ്ഞ് ആ ഒരു പ്രസ് മീറ്റ് മുതൽ അവർക്ക് സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ട്. അവിടെയാണ് കിട്ടി തുടങ്ങുന്നത്. പിന്നെ അത് വെരി നെക്സ്റ്റ് തിങ് ഉണ്ടാകുന്നത്, ഏതൊരു ചാനൽ അവിടെ ചെല്ലുന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുന്നു. അത് പിന്നെന്തായി, ഒരു വേറെ പോസിറ്റീവ് കാര്യത്തിലേക്ക് പോയി, സൈബർ അറ്റാക്ക് ഒന്ന് കുറഞ്ഞു. പിന്നെ അതിനുശേഷം എന്താ ഉണ്ടാകുന്നത്, ചേച്ചി മീഡിയയോട് സംസാരിക്കുന്നു. ആ ചേച്ചി മീഡിയയോട് സംസാരിച്ച സമയത്ത് എന്തുകൊണ്ട് മനാഫിനെ പറഞ്ഞില്ല എന്ന് ചോദിച്ച് വീണ്ടും ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ മാസീവ് അറ്റാക്ക്. ഓക്കെ? ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചു ആ ബ്രദർ, ഞാൻ ചെന്നു, ഞാൻ കേട്ടു. ഞാൻ അതിൽ എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ റെസ്പോൺസാണ് ഞാൻ ആ ബ്രദറിനെ വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോ. അതിൽ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയും പറയുന്നൊന്നുമില്ല, ഇവരെങ്ങനെ ചെയ്യരുത്. ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ കാണുന്നത് പ്രസ് മീറ്റിനകത്ത് അവർ സംസാരിക്കുന്നു. അതിനുശേഷം അതിക്രൂരമായ സൈബർ അറ്റാക്ക്. എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്? ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാനിവിടെ പറയുന്നത് ഞാനല്ല. ഓക്കെ? ഞാനല്ല. ചുമ്മാ വന്നിരുന്ന് ഇനി എൻ്റെ തലയിൽ കയറി സീക്രട്ട് ഏജൻറ്റിനെ ഇനി അങ്ങോട്ട് തീർത്ത് ഒതുക്കി സൈഡാക്കുക. സീക്രട്ട് ഏജൻറ്റ് ഇനി വേണ്ട. കാരണം നിങ്ങൾക്കാവാം, നോ വറീസ്. മനസ്സിലായോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ചുമ്മാ അലമ്പിക്കരുത്. ഓക്കെ? ആൻഡ് കമൻറ്റ് ബോക്സിനകത്ത് വന്നിരുന്നിട്ട് ഇത് കണ്ടിന്യൂസ്ലി പറയുന്നവരോടാണ് പറയുന്നത്, നിങ്ങളോട് ആരുടെ ഇത് ഒരാളിനെ വിളിച്ചു ചോദിക്കുകയാണ്. പണ്ട് മറ്റേ ഗോപിനാഥ് മുതുകാട് ഇഷ്യൂവിൽ സായി അല്ലേ മറ്റേ ഷിഹാബിനെ കൊണ്ട് പ്രസ് മീറ്റ് കഴിച്ച? അതെ, അതിന് കാര്യവും കാരണവുമുണ്ട്. ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ 100% ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഷിഹാബിനെ പ്രസ് മീറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഷിഹാബിന് ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതിരുന്ന സമയത്ത്, ഒരാളും വിസിബിളി സപ്പോർട്ടിന് വരില്ല എന്ന് പറഞ്ഞ സമയത്ത്, ഷിഹാബിൽ ഞാൻ വെച്ച 100% ട്രസ്റ്റ്, ഷിഹാബ് എന്നിൽ വെച്ച 100% ട്രസ്റ്റ്, ഞാനും ഷിഹാബും മാത്രമല്ല, ഖാദർ കരിപ്പോടി, ഞാൻ, ഷിഹാബ്, കിക്ക് എന്ന് പറഞ്ഞ സംഘടന. മനസ്സിലായോ? അതാണ് ആ പത്രസമ്മേളനം. അതിൻ്റെ രീതി അതായിരുന്നു. ഞങ്ങളത് ചെയ്തു. അത് ചെയ്ത് നീ അർജുൻ്റെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം അർജുൻ്റെ ഫാമിലി പത്രസമ്മേളനം. ഞാനാടെ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത്. ആരൊക്കെയോ അത് പറയുന്നുണ്ട്. ഈ പറഞ്ഞ അർജുൻ്റെ അളിയൻ പറഞ്ഞത് സീക്രട്ട് ഏജൻറ്റ് എഴുതി കൊടുത്ത പോയിൻ്റായിരിക്കും. പല കാര്യങ്ങളും അവിടെ ആ അളിയൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ? അതായത് അവർ കുറച്ചും കൂടി അവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവരവിടെ പറഞ്ഞു.
ഇന്നിപ്പോൾ മനാഫ് വന്നിരുന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട് മനാഫും പറഞ്ഞു. മനാഫിന് ഇനി എന്തൊക്കെ മീഡിയാസ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടായിരുന്നു അതൊക്കെ മനാഫിനോട് ചോദിച്ചു. മനാഫ് അതിനുള്ള ഉത്തരവും കൊടുത്തു. ഇനിയും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മനാഫിനെതിരെയും പോകണ്ട, അർജുൻ്റെ ഫാമിലിക്ക് എതിരെയും പോകണ്ട, നിങ്ങൾ എൻ്റെ നെഞ്ഞത്ത് കയറിക്കും. പോര് എൻ്റെ കമൻറ്റ് ബോക്സിൽ തീർത്തോ. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടുകാർക്കും എൻ്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും വിളിച്ചോ, എനിക്കും വിളിച്ചോ. എന്നിട്ട് ഇന്നങ്ങോട്ട് എന്താ പറയുക വലിച്ചു കീറിക്കോ. ഞാൻ ഇതിന് യൂസ്ഡ് ആണ്. നാളെയും വീഡിയോ ഇടണം, സംസാരിക്കണം, കണ്ടൻറ്റ് ചെയ്യണം, പറയുന്ന കാര്യങ്ങൾ 100% ആളുകളും യോജിക്കുന്നു പറഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടൻറ്റ് ചെയ്യില്ല. ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, ഗാലറിയിൽ നിന്ന് കയ്യടി കിട്ടുന്ന രീതിയിലുള്ള കോണ്ടൻറ്റുകൾ ഓക്കെ ഒരു പരിധി വരെ പ്രതീക്ഷിക്കേണ്ട. ഒരു പരിധി എന്ന് ഞാൻ പറയാൻ കാരണം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്താവും എല്ലാ ശരിയും. ആ ശരിയുള്ളപ്പോൾ ആ വ്യക്തിയെ നമ്മളും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒന്ന് ചോദിക്കരുത് ഇപ്പോൾ നീ ഗാലറിക്ക് എതിരാണല്ലോ മറ്റേ ഒപ്പല്ലട ചെയ്ത്, അത് ചോദിക്കരുത്. സിറ്റുവേഷൻ അനുസരിച്ച് എൻ്റെ തലയിൽ എന്താണോ തോന്നുന്നത്, എനിക്ക് എന്താണോ റൈറ്റ് തോന്നുന്നത്, ഞാൻ അത് പറയും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചിറക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കിക്കോ. പക്ഷേ നിങ്ങളെ വന്ന് അഡ്രസ്സ് ചെയ്ത് പറയുക എന്നുള്ളത് എൻ്റെ ഒരു കാര്യമായതുകൊണ്ടും ഇന്നിപ്പോൾ കുറേ പേര് ഇത് കമൻ്റ് ഇട്ടും എന്നോട് പേഴ്സണലി വിളിച്ച് ചോദിച്ചപ്പോഴും എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളോട് ആര് പറഞ്ഞിടേ, നിങ്ങൾ ഈ 4 കമൻറ്റ് വായിച്ചിട്ട് ഏതോ ഒരാൾ ഇട്ട് തുടങ്ങിയ ഒരു കമൻറ്റ് ഓക്കെ, ആ കമൻറ്റിന് വരിയായി പിന്നെയും കുറേ കമൻറ്റ്സ്. അപ്പം ഞാനാണ് സത്യത്തിൽ എന്ത് ചെയ്യണ്ടേ, ഇതൊരു കേസ് കൊടുക്കണ്ടേ, എനിക്കെതിരെ സൈബർ അറ്റാക്ക് എന്നുള്ളത്. പക്ഷെ നമുക്കിത് ശീലമായതുകൊണ്ടും മുമ്പോട്ട് ഇനി ഇതേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ വരുമെന്ന് അറിയുന്നത് കൊണ്ടും സൊസൈറ്റി ഇങ്ങനെയാണ് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടും വിഷയമല്ല. കാരണം ഇതൊക്കും മേലെ വന്നിട്ടുണ്ട്, മനസ്സിലായോ? ഇതൊക്കും മേളിൽ സംഭവിച്ചിട്ടുണ്ട്. കൊങ്ങീനെ പറയുമ്പോൾ കമ്മീനെ പറയുമ്പോൾ കൊങ്ങീനെയും കമ്പീനെയും സംഗീനെയും പറയുമ്പോൾ ഇവരെല്ലാവരും കൂടി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഓക്കെ. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളും നടക്കാത്തൊരു സംഭവം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് ഓക്കെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് സംശയം പറയും അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അതൊന്നും നോ വറീസ് ഫോർ മീ. കാരണം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ പേഴ്സ്പെക്റ്റീവ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. സംശയങ്ങളും കാര്യങ്ങളും പേഴ്സ്പെക്റ്റീവും ഒക്കെ പറയും, മനസ്സിലായോ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അർജുൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് പറയണം, എപ്പോൾ പറയണം, എവിടെ പറയണം. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അത് മനസ്സിലാക്കിയ ആളാണ്. അതാ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു കൊടുത്ത് നൂനു, നിങ്ങൾ അങ്ങനെ കാണരുത് അവരെ ഓക്കെ. ഞാൻ പറഞ്ഞു കൊടുക്കുക ഞാൻ ആരുടെയെന്ന് ഞാൻ ആലോചിച്ചു പോയി സത്യത്തിൽ. എനിക്ക് കുറേ കോളും കമൻ്റൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പു. ഞാൻ അതോ ലോക ഞാൻ ശരി. എന്താണെങ്കിലും ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഓൾമോസ്റ്റ് അല്ല, എല്ലാം തീർന്നു. മനാഫ് വന്ന് സംസാരിച്ചു, വീട്ടുകാരും അവർക്കെതിരെ വന്ന സൈബർ അറ്റാക്കിന് കേസ് കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. ഈ ടോപ്പിക്ക് കൂടെ കഴിഞ്ഞു.